ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് അതെ കോളേജിൽ ഫുൾ നടക്കും. ഓണം പൊളിക്കല്ലേ? നമ്മളിപ്പോൾ ഓഡിറ്റോറിയത്തിനകത്ത് കയറിയിട്ട് 10-15 മിനിറ്റായി ഇതുവരെ പരിപാടി തുടങ്ങി. അവിടെ എന്തൊക്കെയോ സെറ്റ് ആവുന്നേ ഉള്ളൂ. മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോവുമായിരിക്കും. ഞാൻ വന്നു. Oh God, you again? തിരുവാതിര കഴിഞ്ഞെന്താണ്? ഓണപ്പാട്ട് കഴിഞ്ഞ് ഡാൻസ്. ആരുടെ? നമ്മുടെ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. ഒരുമിച്ച് ചിന്നാട്ടെ. ഗൈസ്, ഇപ്പോൾ ഓഡിറ്റോറിയത്തിൽ പരിപാടിയെല്ലാം നടക്കണം. ഞങ്ങൾ വിചാരിച്ച് ഫോട്ടോ എടുക്കാണ്. ഇവിടെ ഫുള്ളാണ്, മുഴുവൻ പിള്ളേരും ഇവിടെ ഉണ്ട്. ഫോട്ടോ ദേവന്ത പെട്ടെന്ന് തന്നെ മൂഡ് ഓഫ് ആവുന്ന കുട്ടിയാണ്. എന്ത് ചെയ്യാന് അല്ലേ? ഹാപ്പി ആണോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം ഹാപ്പി ഓണം. ഞാനും ഹാപ്പി ഓണം. ഞാൻ നേർന്നില്ല ഇതുവരെ. ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങളെ കൂട്ടാതെ നടന്നു പോകുന്നു. നമ്മളെ അവർ കൂട്ടിയില്ല. എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത്? എന്തൊക്കെയോ അവർ നടന്നു. ഞങ്ങൾ ഡിസിഷൻ മാറ്റിയിരിക്കാൻ നമ്മൾ വിചാരിച്ചു ഫോട്ടോയ്ക്ക് പകരം റീലെടുക്കാം. സോ നമ്മൾ മറ്റൊരു ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആളുണ്ടെന്ന് വിചാരിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ബട്ട് ഇവിടെ ആളായതുകൊണ്ടപ്പോൾ അവിടെ ആൾ കുറവാണ് വിചാരിക്കും. നമ്മൾ രണ്ടാമത്തെ ലൊക്കേഷനിൽ നൈസ്. കുറച്ചും കൂടെ മുമ്പോട്ട് പോകണോ? വേണ്ട, ഫുൾ ആൾക്കാർ. ഒരു കൂട്ട പിള്ളേർ അവിടെ കയറി നിൽപ്പുണ്ട്. നമ്മുടെ കുറെ പ്ലാൻസ് ഒക്കെ ഡ്രോപ്പ് ചെയ്യേണ്ട വരും ഇങ്ങനെയാണ്. അത് മാത്രമല്ല, ഓക്കെ മഴയാണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ പോയി പരിപാടി കാണാന്ന് പറഞ്ഞാൽ എങ്ങനെ പോകും? ഇവിടുന്ന് ഇത് പെട്ടു എന്നാണ് പറയാൻ. ഇവിടെ കയറി നിൽക്കുകയാണ്. മഴ മാറി വെയിൽ വന്നു. ഞങ്ങളെല്ലാവരും വീണ്ടും റീലെടുക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാൻ പറയാം നോക്കിക്കോ. ചിരിച്ചു പൊങ്ങിക്കോ. ഞാൻ വീഡിയോ ഓണാക്കി വെച്ചേക്കോ. ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്ന പോലെ ആക്ഷൻ കാണിച്ചാൽ മതി. എല്ലാത്തിനും ഒന്ന് കിളിക്ക് എടുത്ത്. ഒന്നൂടെ. ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. പോരാ, ഇത് അടപ്പാ. നേരെ നോക്കി. ശരിയായില്ല. മുടി ഒന്നും ഇങ്ങനെ ആടാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഓടാൻ പറഞ്ഞു. നടന്ന് ആടത്തില്ല. ചെറുതായിട്ടൊന്നും ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. തിരിച്ചു ഓർത്താ ചേച്ചി എന്ന് പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. നമ്മൾ
പരിപാടി ഒന്നും കണ്ടില്ലെങ്കിലും റീല് ഫോട്ടോഷൂട്ട് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാനിപ്പോൾ ഏകദേശം സമയം 12:15 12:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സെലിബ്രേഷൻ തുടങ്ങും. അപ്പോൾ അവിടുത്തെ പരിപാടിയെല്ലാം നമുക്ക് നല്ലപോലെ കാണാൻ സാധിക്കും. നമ്മൾ കുളിച്ചില്ലേ? കുളിച്ചില്ലേ? ഞാൻ കുളിച്ചു. എല്ലാവരും കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോ ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് 301 പോവാണ്. 301 പ്രോഗ്രാം. അതെ. ഇടയ്ക്ക് വെച്ച് നാരങ്ങ താഴെ പോയാൽ ആദ്യം തൊട്ട് ഇവിടെ വന്ന് ചെയ്യേണ്ടതാണ്. തിങ്കളാസേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴികൾ നൽകി ചേട്ടൻ സുന്ദരിക്കൊരു മൂക്കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ട്. ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ വരവിത സകിലടിച്ചൊരു മുകില പാടി നഗര മുകളിൽ മങ്കിടങ്ങൾ കുരവയായി കുഴലുമായി കൊടുമുടി കൊടുക്കൽ ചെങ്കിൽ ചെങ്കൾ ചേത്തും പണ്ടേ വീറും നെറ്റിട മതയാന സൊമ്പെല്ലുകളിടും ഡിപ്പാർട്ട്മെന്റ് പ്രോഗ്രാം എല്ലാം അവസാനിച്ചോടെയാണ്. നല്ല രസമുണ്ടായിരുന്നല്ലേ പരിപാടി എല്ലാം. അപ്പൊ നമ്മുടെ ഡാൻസ് കളിക്കാൻ വേണ്ടി പോവാണ്.
പായസം. ഗോലിയും പായസം കിട്ടി. അങ്ങനെ പരിപാടി എല്ലാത്തിനു ശേഷം പായസം നന്നായിട്ട് പെർഫോം ചെയ്തപ്പോഴാണ്. അതിനെല്ലാം ശേഷം നമ്മളിപ്പോ എന്ത് ചെയ്യാൻ വേണ്ടി പോണ്? ഫോട്ടോ എടുക്കണ്ടേ?